ഡിഷ് വാഷർ നമുക്ക് 3 വേരിയൻറ്റ് മോഡൽസാണ് വരുന്നത്. അത് പ്ലേസസ് ഉദ്ദേശിച്ചാണ് വരുന്നത്. 12 പ്ലേസസ്, 13 പ്ലേസസ് ആൻഡ് 14 പ്ലേസസ്. ഈ പ്ലേസസ് ഉദ്ദേശിക്കുന്നത് നോർമലി 13 മെമ്പേഴ്സ് അല്ലെങ്കിൽ 14 മെമ്പേഴ്സ് അവർക്ക് സെർവ് ചെയ്തിട്ടുള്ള പാത്രങ്ങളും കുക്ക് ചെയ്ത പാത്രങ്ങളും ഇതിനകത്ത് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വാഷ് ചെയ്യുമ്പോൾ 99% ബാക്ടീരിയ കില്ല് ചെയ്ത് കിട്ടുന്നുള്ള അഡ്വാൻറ്റേജ്. സാധാരണ നമ്മൾ ടബിലോ അല്ലെങ്കിൽ വാഷ് ടബിലോ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നോർമലി അതിനകത്ത് ബാക്ടീരിയാസ് അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആണ്, ഹൈജീനിക് ആയിരിക്കും. 99% ഹൈജീനിക് ആയിട്ട് വാഷ് ചെയ്തത്. ഇതിനകത്ത് നോർമലി വരുന്നത് 13 പീസസ് ആണ് മെഷീൻ വരുന്നത്. ഇത് ബോഷിന്റെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് 2 ഷെൽസ് ആയിരിക്കും വരുന്നത്. 2 ഷെൽസ് വരുന്നുണ്ട്. ഈ 2 ഷെൽസിൽ നമ്മുടെ പാത്രത്തിന്റെ അതിനനുസരിച്ച് ഷേപ്പിനനുസരിച്ച് വെക്കാൻ പറ്റും. പ്ലേസസ്, അതുപോലെ പ്ലേറ്റ്, അതുപോലെ ഗ്ലാസസ്, കട്ട്ലറീസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വരുന്നത് ഒരു 38,000 റേഞ്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഹൈ എൻഡ് മോഡലൊക്കെ വരുമ്പോൾ ഒരു 50 റേഞ്ച് നമുക്ക് പ്രൈസ് ഉണ്ടാവും. അതിൽ ബ്രാൻഡുകൾ വരുന്നത് ബോഷ് ഉണ്ട്, IFB ഉണ്ട്, ഫേബർ ഉണ്ട്, LG ഉണ്ട്. ഇത്രയും ബ്രാൻഡ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്.